പശ്ചിമ ബംഗാളിലെ ഏറ്റവും നിർണായകമായ രണ്ട് ജില്ലകളുണ്ട്. ഈ രണ്ട് ജില്ലകളിലാണ് 10 ലോക്സഭാ സീറ്റുകളുള്ളത്. അതിൽ ഒരു ജില്ലയുടെ പേര് സൗത്ത് 24 ഫർഗാന, മറ്റൊന്ന് നോർത്ത് 24 ഫർഗാന. ഈ രണ്ട് വലിയ ജില്ലകളാണ്. ഈ രണ്ട് വലിയ ജില്ലകളിലായിട്ടാണ് തൃണമൂലിൻ്റെ ശക്തിയിരിക്കുന്നത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ 10 സീറ്റുകളിരിക്കുന്നത്. പക്ഷേ ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചിരിക്കുന്നത് മറ്റൊന്നുമല്ല, ഈ രണ്ട് ജില്ലകളുടെയും ചുമതലയുള്ള മന്ത്രി ജ്യോതിപ്രിയ മല്ലിക് റേഷൻ തട്ടിപ്പിൽ ED പൊക്കി ഇപ്പോൾ ജയിലിലാണ്. പിന്നീട് അതിൻ്റെ ചുമതലക്കാരായ നേതാക്കന്മാർ ആയിരുന്നു ഷാജഹാൻ ഷെയ്ഖ്, ഇപ്പോൾ ഒളിവിലാണ്. പെണ്ണുകേസ്, ഭൂമി തട്ടിപ്പ്. മറ്റ് നേതാക്കന്മാരാണ് MLA മാരായ അർബുൾ ഇസ്ലാം, മറ്റൊരു MLA ആയ സൗക്കത്ത് മല്ല. ഈ സൗക്കത്ത് മല്ല ഭൂമി തട്ടിപ്പിലും മാനഭംഗത്തിലും അറസ്റ്റിലാണ്. അങ്ങനെ ഈ രണ്ട് ജില്ലകളിൽ, ഈ 10 ലോക്സഭാ മണ്ഡലമുള്ള സൗത്ത് 24 ഫർഗാനയിലും നോർത്ത് 24 ഫർഗാനയിലും ഈ നേതാക്കളുടെ അണ്ടറിലായിരുന്നു മുഴുവൻ പ്രവർത്തനങ്ങളും തൃണമൂലിൽ നടന്നിരുന്നത്. ഈ മന്ത്രിയുടെയും ഈ പറഞ്ഞ ഷാജഹാൻ ഷെയ്ഖിൻ്റെയും ഒക്കെ അണ്ടറിലായിരുന്നു നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ അതിൽ ചിലർ ജയിലിലാണ്, ചിലർ ഒളിവിലാണ് ഒരവസ്ഥയാണ്. അതായത് അവിടെ യാതൊരു പ്രവർത്തനവും നടക്കാത്ത അവസ്ഥ. മറ്റൊന്നും കൂടിയുണ്ട്, ഈ സന്ദേശ് ഗാലിയിലെ സ്ത്രീകളുടെ മാനഭംഗം ഒരു വലിയ വിഷയമായി മാറിയതോടുകൂടി തൃണമൂലിൻ്റെ നേതാക്കൾക്ക് പോലും ഇവിടെ നിൽക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു. ഏതായാലും മമതയെ ഭയപ്പെടുത്തുന്ന അതാണ്. 10 ലോക്സഭാ മണ്ഡലങ്ങളിൽ പ്രചരണം തുടങ്ങേണ്ടതാണ്, പ്രവർത്തനം തുടങ്ങേണ്ടതാണ്, അത് ഏകോപിപ്പിക്കേണ്ടതാണ്. ആ ഒരു സമയത്താണ് മന്ത്രിമാരും നേതാക്കളുമൊക്കെ ഒളിവിൽ പോയിരിക്കുന്നത്. ഏതായാലും ആ 10 ലോക്സഭാ മണ്ഡലത്തിൽ എന്ത് സംഭവിക്കുമെന്ന് വോട്ടെണ്ണലിന് ശേഷം മാത്രമേ പറയാൻ കഴിയൂ. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.